അത് അന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി മദീനയിൽ നമുക്ക് കാണിച്ചു തന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യുദ്ധത്തിന് കാശ് വേണ്ടി വരും. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ അതിന് കാശ് വേണം, സൈന്യങ്ങൾ വേണം. അങ്ങനെ സൈന്യങ്ങളെ അതിർത്തി കാക്കാൻ വേണ്ടി സൈന്യങ്ങളെ നിർത്തും. അതുപോലെ അതിന്റെ ആവശ്യങ്ങൾക്ക് കാശ് വേണം. ശാരീരികമായി കഴിയാത്ത ആളുകൾ അവരിൽ നിന്ന് ജിസിയ, യഹൂദികളിൽ നിന്ന് നസാറാക്കളിൽ നിന്നൊക്കെ ഈ യുദ്ധ ഫണ്ടിലേക്ക് രാജ്യത്തിന്റെ സംരക്ഷണത്തിനും അതിർത്തി കാക്കാനൊക്കെ അവരോട് നികുതി വാങ്ങിയിരുന്നു. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കാശ് വാങ്ങിയിരുന്നു. ജിസിയ എന്നാണ് ഇതിന് പറയാ. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ അന്യ മതത്തിന്റെ ആളുകൾ താമസിച്ചപ്പോ അവരോട് കരം ഈടാക്കിയില്ലേ. അന്യ ആളുകൾ എന്ന നിലക്കല്ല അത്. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, അത് ഇവരെ കൂടി സംരക്ഷിക്കാനാണ് സൈന്യങ്ങൾ അതിർത്തി കാക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള സംരക്ഷണം കൂടിയാണ്. അതുകൊണ്ട് ആ സംരക്ഷണത്തിനൊക്കെ കാശ് ചെലവുണ്ട്, എല്ലാവരും നികുതി അടക്കണം. ആ നിലക്കാണ് ജിസിയ. അതിന് മുസ്ലിമീങ്ങളോ, അവര് സക്കാത്തിന്റെ കാശായിരുന്നു ബൈത്തുൽ മാലിലേക്ക് അടിച്ചിരുന്നത്, അവരും കൊടുക്കുന്നുണ്ട് 2.5%. പിന്നെ യഹൂദികൾക്കും നസാറാക്കൾക്കും സക്കാത്ത് എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവർക്ക് ജിസിയ ഏർപ്പെടുത്തി, ചുമത്തി അവർ കരമടിച്ചു കൊള്ളണം. അത് അതിനുവേണ്ടി രാജ്യത്തിന്റെ അവരടങ്ങുന്ന പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാശാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൈനിക പരേഡുകൾ ധാരാളം നടത്തിയിട്ടുണ്ട് ബദറിന്റെ മുന്നേ. രാജ്യ സംരക്ഷണത്തിന് നബി ആദ്യം ചെയ്തത് അങ്ങനെയാണ്. സരിയത്ത് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഗസുവത്ത്, സരിയത്ത്. ഇങ്ങനെ 2 നിലക്ക് ഇസ്ലാമിന്റെ യുദ്ധരംഗങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് കാണാം. ഗസുവത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ നേരിട്ട് നേതൃത്വം കൊടുത്ത് നബിയുടെ സാന്നിധ്യത്തോടു കൂടെ ഉള്ള സംഘം. അതിൽ തന്നെ അത് 27ഓളം ഗസുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് സാന്നിധ്യമുള്ള സൈനിക പരേഡുകൾ നടന്നിട്ടുണ്ട്, സൈനിക നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ചിലയിൽ 25 എന്ന് കാണാം, ചില സ്ഥലത്ത് 17 ചില ചരിത്രത്തിൽ കാണാം. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അതിനൊക്കെ ജമ്മ ചെയ്തുകൊണ്ട് അവിടുത്തെ റൗദയിൽ പറഞ്ഞു കാണാം 25 അല്ലെങ്കിൽ 27 ഗസുവത്തുകൾ എണ്ണം. അതിൽ 8 മാത്രമാണ് ആയുധ സംഘടന നടന്നത്. മനസ്സിലാക്കണം, ഈ 27ഓളം ഗസുവത്തിൽ 8 അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ നടന്നത്. വെറും 8 ആ 8 ബദർ, ഉഹദ്, ഖന്ദക്ക്, മുറൈസി, ഖദീദ്, ഖൈബർ, ഹുനൈൻ, മക്കം ഫത്ത്. അത് ചിലത്ത് പേര് ചിലത് എന്തുണ്ടാവും, അഹ്സാബ് എന്ന് കാണും, അത് ഖന്ദക്ക് യുദ്ധമാണ്. ഇങ്ങനെ 8 നബി നേരിട്ട് പങ്കെടുത്ത ഗസുവത്ത്, 27 ഗസുവത്തുകളിൽ സംഘടന നടന്നത്. അതാണ് നമ്മളിങ്ങനെ കേൾക്കാറുള്ളത്. ചുരുക്കി പറയാ, ആ 8 തന്നെ മൊത്തം ആളുകൾ മരിച്ചത് 1018 പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മൊത്തം നടന്ന ഈ ഗസുവത്തുകളിൽ ശത്രുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും ആകെ മരണപ്പെട്ടവര് 1018 പേര്. ഇസ്ലാമിന്റെ യുദ്ധം 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 എന്ന് പറയുമ്പോൾ ഒന്നായിട്ട് കൊന്നൊടുക്കേനി. ഇതിങ്ങനെ പറഞ്ഞു കേട്ടാല് വെറും 1018 ഒരു യുദ്ധത്തിലല്ല, മൊത്തം യുദ്ധങ്ങളിൽ. ഈ 1018 പേരിൽ 759 ശത്രുക്കള്, 759, 259 മുസ്ലിമീങ്ങളും മൊത്ത യുദ്ധത്തിൽ. ഇതാണ് ഇപ്പം ഇങ്ങനെ പൊലിപ്പിച്ചിട്ട് മുഹമ്മദ് യുദ്ധക്കുതിയനായിരുന്നു, ആളുകളെ കൊന്നു നശിപ്പിച്ചു എന്നൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഓറിയന്റലിസ്റ്റുകളും അതുപോലെ പടിഞ്ഞാറും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന ആളുകൾ ഒരു യുദ്ധത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. 1-ാം ലോക മഹായുദ്ധത്തിൽ എത്ര ആളുകൾ മരണപ്പെട്ടു ചരിത്രം അറിയുന്ന വിദ്യാർത്ഥികളോട് പറയേണ്ടതില്ല. 2-ാം ലോക മഹായുദ്ധത്തിൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശങ്ങൾ എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കൊള്ള താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും അല്ല. എന്നിട്ട് ഇതൊക്കെ പൊലിപ്പിച്ച്, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇസ്ലാമിന്റെ ജിഹാദ് എന്തായിരുന്നു ശരിക്കും പഠനം നടത്തണം. ഈ ചരിത്രം നമ്മൾ അറിയണം. ബദർ എന്ന് കേൾക്കുമ്പോഴേക്ക്, ഉഹദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഇതൊരു ഭീകര പ്രസ്ഥാനാണ് എന്ന് ആരും ധരിച്ചു പോവരുത്. എന്നിട്ടോ ഇതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ 27 ഗസ്വത്ത് പറഞ്ഞു, 47 സൈനിക പരേഡ്, സൈനിക നീക്കങ്ങൾ, ശരീഅത്ത്. ചില ഇതിലൊക്കെ 50, 60 ഇതൊക്കെ കാണാം. എങ്ങനെയാലും 100-ൽ താഴെയുള്ള സൈനിക പരേഡ് നടന്നിട്ടുണ്ട്.
സൈനിക പരേഡ് പറഞ്ഞാൽ 100 ആളുകളുള്ള ഒരു ബറ്റാലിയൻ, അങ്ങനെയുള്ള ഈ പട്ടാളക്കാരുണ്ടാവുക. 100 ആളുള്ള വിങ്, 60 ആളുള്ള വിങ്, 200 ആളുള്ള വിങ്, ഇങ്ങനെ ഓരോ വിങ്ങുകളാക്കി ഒരാളെ നേതൃത്വം വെക്കും. എന്നിട്ട് പരേഡാണത്. സൈനിക പരേഡ് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല, എല്ലാ രാജ്യത്തും ഉണ്ടാവും സൈനിക പരേഡ്, ഇടയ്ക്കിടയ്ക്ക് നടക്കും. സൈനിക കായിക അഭ്യാസങ്ങൾ അതൊക്കെ പ്രദർശിപ്പിക്കുക. എന്തിനാ? റസൂലുള്ളാഹി ഇങ്ങനെ ചില ഹദീസുകളിലൊക്കെ കാണാം 60-ലധികം സൈനിക പരേഡ് നടത്തിയിട്ടുണ്ട് ശരീഅത്ത് നബിന്റെ അനുയായികൾ രാജ്യത്തിന്റെ ഓരോ അതിർത്തിയിലും. അതെന്തിനാ? അന്ന് ഗോത്രങ്ങളായിരുന്നു, ഓരോ ഭാഗത്തും പല ജാതി ഗോത്രവർഗങ്ങളാണ് താമസിക്കുന്നത്. അവരൊക്കെ ഇടക്കിടക്ക് മദീനയെ ആക്രമിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി ഇടക്കിടക്ക് 100-200 സൈന്യങ്ങളെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ നേതൃത്വത്തിൽ ഒരു പരേഡ് നടത്തിയിട്ടു ആ ഗോത്രത്തിന്റെ ഭാഗത്തിലൂടെ. അപ്പൊ അവരിങ്ങനെ അടിവെച്ച് പോകുമ്പോൾ ഇവർ മനസ്സിലാക്കും, ഇവരോട് കളിച്ചിട്ട് കാര്യമില്ല, ഒരു പരേഡ്. അങ്ങനെയല്ല, നമ്മളെ രാജ്യത്തിന്റെ ആയുധങ്ങളും മറ്റൊക്കെ നമ്മൾ പ്രദർശിപ്പിക്കുന്നു, പരേഡ് നടത്തുന്ന മറ്റ് രാജ്യങ്ങൾ നമ്മുടെ ആയുധബലം അറിയണം. അപ്പൊ പിന്നെ വല്ലാതെ ആക്രമിക്കൂല. അതിനുവേണ്ടിയുള്ള പരേഡുകൾ, ആ പരേഡുകളാണ് ശരീഅത്ത് എന്ന പേരിൽ, അതാണ് കൂടുതലുള്ളത്. സംഘടന ഇല്ലാതെ സൈനിക പരേഡ് ഇത് നടത്തി. എന്നിട്ട് എന്തിനാണ് ഇതൊക്കെ? അടിസ്ഥാന ലക്ഷ്യം സമാധാനം നിലനിർത്തുക. രാജ്യത്ത് സമാധാനം തകരാൻ പാടില്ല, അരക്ഷിതാവസ്ഥ വരാൻ പാടില്ല. സമാധാനം നിന്ന് ജനങ്ങൾ നല്ല നിലക്ക് ജീവിക്കണം. എന്നിട്ട് ജനങ്ങൾക്ക് ഇസ്ലാമും ഈമാനും പറഞ്ഞു കൊടുത്ത് അവർ നന്നാവണം. ഇങ്ങനെ ഈ നല്ല സമാധാന അന്തരീക്ഷം തകർക്കുന്ന പരിപാടി ഉണ്ടാവരുത്. അതിനാണ് ഈ ജിഹാദ് വ്യക്തിഗതമായ ബാധ്യത ആക്കാതെ ഇങ്ങനെയുള്ള ക്രമപ്രകാരം ഇമാമുൽ ആലം അനിവാര്യ ഘട്ടത്തിൽ പറഞ്ഞാൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ളൊരു ഘട്ടം നമുക്കില്ല എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം, ഈ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് സ്വഹാബികള് യുദ്ധം തുടങ്ങിയത്. ആ ആദർശത്തിന് എല്ലാ നിലക്കും കുഴിച്ചുമൂടാനും എല്ലാ നിലക്കും മഹത്തുക്കളായ സ്വഹാബികളെ ആക്രമിക്കാനും അങ്ങനെ തുനിഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹത്തുക്കളായ സ്വഹാബികളെ വിളിച്ച് വിവരം പറഞ്ഞു. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ, നമുക്ക് സമ്മതം കിട്ടി, അതുകൊണ്ടൊരു യുദ്ധം നടത്തേണ്ടതുണ്ട്. പക്ഷേ യുദ്ധം നടത്തുന്നതിന്റെ മുന്നേ നബി തങ്ങൾ ആ യുദ്ധം നടത്താൻ നമ്മെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കള് ആദ്യം ഒരു പരിപാടി ഇട്ടു. നബിയും സഹാബികളൊക്കെ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം എല്ലാ സമ്പന്നന്മാരോടും കാശ് പിരിച്ചിട്ട് നല്ല ഒരു ബിസിനസ് നടത്തുക. ആ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം അടക്കം ഉപയോഗിച്ച് മദീനയിൽ ആ രാജ്യത്തുള്ള ജനങ്ങളെ മുഴുവനും നശിപ്പിക്കണം, മദീന കയറി ആക്രമിക്കണം എന്ന് മക്കയിലുള്ള തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ തീരുമാനിച്ചു. അങ്ങനെ പറയാൻ കാരണം എന്താ? അബൂജഹലിനും കൂട്ടർക്കും ഉത്ബത്തിനും ശൈബത്തിനും ഒക്കെ ഉള്ള വാദം എന്താ? ഞങ്ങൾ ആദർശേ പാടുള്ളൂ, മറ്റുള്ളത് പാടില്ല. അല്ലാതെ ഖുറൈശികൾ നിങ്ങളത് നോക്കിയോളൂ, ഞങ്ങളത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമില്ല. മറിച്ച് ഞങ്ങൾ ആദർശേ പാടുള്ളൂ, ഞങ്ങൾ ആശയേ പാടുള്ളൂ, ഇവിടെ ഒരു മുസ്ലിം ഉണ്ടാവാൻ പാടില്ല എന്ന നിലക്ക് നബിയെയും സഹാബത്തിനെ ആക്രമിച്ച് അങ്ങനെ നബിയും സഹാബികളും പലായനം ചെയ്തു. ഇന്ന് പലായനം ചെയ്ത് അവിടെയും പാടില്ല, ഞങ്ങൾ ആദർശമല്ലാതെ അവിടെയും പാടില്ല. അത് കുറച്ച് കടന്ന കൈയല്ലേ? അതാണ് വർഗീയവാദം, അതാണ് തീവ്രവാദം, അതാണ് ഭീകരവാദം. അല്ലാതെ സ്വന്തം ആദർശം മുറുകെ പിടിക്കുന്നത് തീവ്രവാദാവൂല, ഭീകരവാദാവൂല. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചെറുപ്പക്കാർക്ക് താടി വെക്കാൻ അല്ലെങ്കിൽ തലയിൽ തൊപ്പി വെക്കാൻ, അത് തൊപ്പി വെക്കുമ്പോ താടി വെക്കുമ്പോഴേക്ക് തീവ്രവാദായോ ഭീകരവാദായോ? അവനവന്റെ ആദർശം മുറുകെ പിടിക്കുന്നത് തീവ്രവാദോ ഭീകരവാദോ അല്ല. അത് ഇന്ത്യ രാജ്യത്തെ ഭരണഘടന പറയുന്നില്ല. അവനവന്റെ റൂട്ട് അനുസരിച്ച് അവൻ ജീവിക്കണം. അതേ സമയത്ത് മറ്റുള്ളവന്റെ ആദർശം പാടില്ല, അവനും എന്റെ ആദർശത്തിൽ നിൽക്കാൻ പാടുള്ളൂ, അതിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്ന സ്വഭാവം, അതാണ് വർഗീയവാദം, അതാണ് തീവ്രവാദം, അതാണ് ഭീകരവാദം. അങ്ങനെയായിരുന്നു മക്കയിലുള്ള അബൂജഹലും കൂട്ടരും. അതുകൊണ്ട് തന്നെ ആ തീവ്രവാദികളെ ഒതുക്കേണ്ടത് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് ആവശ്യമാണ്. ജനങ്ങളുടെ സുഗമമായ സമാധാന അന്തരീക്ഷം അത് നിലനിർത്താൻ ആവശ്യമാണ്. അല്ലേ? രാജ്യത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പ്രയാസങ്ങൾ സൃഷ്ടിച്ച് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നവരെ വെച്ചേക്കാൻ പാടില്ല എന്ന നിലക്ക് അവരെ പിടിച്ചു കെട്ടണം, നിയമം പോലെ പിടിച്ചു കെട്ടണം അതിന്. അതുകൊണ്ടാണ് ബദർ നൽകുന്ന ഒന്നാമത്തെ പാഠം
ബദർ എന്തിനു വേണ്ടിയാണോ തുടങ്ങിയത്, രാജ്യത്ത് സമാധാന അന്തരീക്ഷം തകർക്കുന്ന, രാജ്യത്തെ ജനങ്ങളെ സ്വൈര ജീവിതം തകർക്കുന്ന ഇത്തരം ഭീകരവാദികള്, ഇത്തരം വർഗീയവാദികൾ, അവർക്കെതിരെയുള്ള അടിച്ചൊതുക്കല്, അവർക്കെതിരെയുള്ള പടയോട്ടമായിരുന്നു ബദർ. ബദറിന്റെ ഒന്നാമത്തെ പാഠമാണ് തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, വർഗീയവാദത്തിനെതിരെ ലോകത്ത് സമാധാനവുമായി വന്ന ശാന്തിദൂതൻ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള, രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള, സമൂഹത്തിന്റെ സ്വൈരമായ ജീവിതത്തിന് വേണ്ടിയുള്ള വർഗീയവാദത്തിനെതിരെയുള്ള യുദ്ധം. അല്ലാതെ ബദർ വർഗീയതല്ല, ബദർ യുദ്ധം വർഗീയവാദമല്ല, ഭീകരവാദമല്ല, ബദർ വർഗീയതക്കെതിരെയുള്ള യുദ്ധമായിരുന്നു. ഒന്ന്. എന്നിട്ടോ അവര് കാശുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ആക്രമിക്കണം. നബി എന്ത് ചെയ്തു? നബി ആ മാർഗം അങ്ങ് തടയാൻ വേണ്ടി ശ്രമിച്ചു. അവരാ കച്ചവടം പോയിട്ട് കൊണ്ടുപോകണം, അതങ്ങ് തടഞ്ഞാൽ പിന്നെ യുദ്ധം ഉണ്ടാവൂലല്ലോ. പക്ഷെ അള്ളാഹു തആല ഞാൻ പറഞ്ഞല്ലേ, അല്ലാഹു അംറൻ കാന മഫൂല, ഇവിടെ യുദ്ധം നടക്കണം എന്ന് അള്ളാഹു തആല തീരുമാനിച്ചിട്ടുണ്ട് ചില കാരണത്തിന് വേണ്ടി. കാരണം ഇത് സത്യാസത്യ വിവേചനത്തിന്റെ ദിവസമാണ്, യൗമുൽ ഫുർഖാൻ. സത്യാസത്യം വേർതിരിയണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് തെളിയണം. റബ്ബിന്റെ നേർക്ക് നേരെയുള്ള ഇടപെടലും സഹായങ്ങളും റബ്ബിനെ ബഹുമാനിക്കുന്ന, അവനെ ആദരിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്നവർക്ക് ലഭിക്കും എന്നുള്ളതിനൊരു ഉദാഹരണം ഇവിടെ നടന്നു പോവണം. അത് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിനുവേണ്ടിയാണ് ലിയഖ്ലിയല്ലാഹു അംറൻ കാന മഫൂല, ഈ യുദ്ധം നടക്കണം. അതുകൊണ്ടാണ് അബൂ സുഫിയാൻ രക്ഷപ്പെട്ടത്. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിനെ പിടിക്കാൻ നബി പോയി എന്ന് പറഞ്ഞല്ലോ. കാരണം അതങ്ങ് തകർത്താ പിന്നെ യുദ്ധം നടക്കൂലല്ലോ എന്നുള്ള നിലക്കാണ് നബി ഉദ്ദേശിച്ചത്. റഹ്മത്തുൽ ആലമീനാണല്ലോ. പക്ഷേ ആ അള്ളാഹുവിന്റെ തീരുമാനം എന്താ? യുദ്ധം നടക്കണം. അത് നടക്കണമെന്ന് നബിക്കും ആദ്യം അറിയാം, നടക്കൂന്നും അറിയാം. കാരണം ബദർ നടക്കുന്നതിന്റെ മുന്നേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബികളെ, ഇതാ ഹാദാ മസ്റഖ് ഫുലാൻ, ഹാദാ മസ്റഖ് ഫുലാൻ, ഹാദാ മസ്റഖ് ഫുലാൻ. അത് നബി പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആള് മരിച്ചു പോകും, ഇന്ന സ്ഥലത്ത് ഇന്ന ആള് മരിച്ചു പോകും. ഇങ്ങനെ ഓരോ ആളുകളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പറഞ്ഞതോ ആ പറയാനും ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ആ പറഞ്ഞതിന് കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ ജീവിക്കുമ്പോ ആക്രമിച്ച അബൂജഹല്, ഒത്തുബത്ത്, ഷൈബത്ത് ഇവരൊക്കെ വല്ലാതെ ആക്രമിച്ചു. ആക്രമിച്ചപ്പോ കഅബാലത്തിന്റെ അടുക്കൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ആ ദുആ ചെയ്തതിൽ ഈ ആളുകളൊക്കെ ഒന്ന് പാഠം പഠിപ്പിക്കണേ എന്നാണ് നബി ദുആ ചെയ്തത്. ആദ്യത്തെ നബിയുടെ ദുആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്തു. ആ ദുആ ചെയ്തതിൽ ഓരോ ആളുകളെ പേരും നബി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കഅബാലത്തിന്റെ അവിടെ വെച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ ഓരോ ആളുകളുടെ പേരും, ആ പറഞ്ഞ ഓരോ ആളുകളും ബദറിൽ നബി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മരിച്ചു വീണു. കൊടുത്തു, സ്വത്തിന്റെ ഒരു വിഹിതം, വീടിന്റെ ഒരു ഭാഗം, അതുപോലെ 2 ഭാര്യമാരുള്ള ഒരു ഭാര്യയെ തൊലാഖ് ചൊല്ലി മറ്റവന് കെട്ടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും സഹകരിച്ചവര് അൻസാറുകൾ. ഈ 2 ടീമും കൂടിയാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, മുസ്ലിമീങ്ങളെ, ഈ സ്വഹാബികൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നാടും വീടും ഉപേക്ഷിച്ചെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനാണ് അവർ വില കൽപ്പിച്ചത്. സമ്പത്തിന് വില കൽപ്പിച്ചില്ല, വീട്ടിന് വില കൽപ്പിച്ചില്ല, നാട്ടിന് വില കൽപ്പിച്ചില്ല. അതൊക്കെ നഷ്ടപ്പെട്ടാലും റഹ്മാനായ റബ്ബിന്റെ ദീന് എന്റെ ജീവിതത്തിൽ ആ വിശ്വാസത്തിനൊരു കോട്ടം വന്നുകൂടാ എന്ന നിലക്ക് നാടും വീടും ഉപേക്ഷിച്ച ബദരീങ്ങള് നമുക്ക് പാഠമാവണം. എനിക്ക് സാമ്പത്തികമായി നഷ്ടം വരുമ്പോ അവിടെ ഞാൻ ദീന് നോക്കുന്നില്ല. ദീനിന്റെ ഒരു വിഷയം വന്നാൽ അവിടെ എനിക്ക് സാമ്പത്തിക നഷ്ടം വരുന്നുണ്ടെങ്കിൽ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം പാടെ നോക്കിയാൽ പറ്റൂല. അതുകൊണ്ട് തൽക്കാലം ഇതങ്ങ് മാറ്റിച്ചിട്ട് എന്റെ ദുന്യാവ്, ബിസിനസ്, അല്ലെങ്കിൽ എന്റെ പുര എടുക്കണം. സുബ്ഹാനല്ലാഹ്, എന്താ ചെയ്യേണ്ടത്? സ്വഹാബികള് അള്ളാന്റെ ദീനിന് വേണ്ടി പുര ഒഴിവാക്കിയവരാണ്. ഞാനോ പുര എടുക്കണം, എന്റെ അടുക്കൽ കാശില്ല. ഭാര്യ പറയുന്നു ഒരു ലോൺ എടുത്തോളൂ, സഹോദരൻ പറയുന്നു ലോൺ എടുത്തോളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു ലോൺ എടുക്ക, പലിശ. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏതൊരു ആദർശത്തിന്റെ പ്രചരണത്തിന്റെ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചപ്പോഴാണോ ബദർ യുദ്ധം നടത്തിയത്?
ആ ആദർശം സംരക്ഷിച്ചു, അവരുടെ ശരീരം കൊടുത്ത്. അതിനുവേണ്ടി അവരുടെ വീട് അവർ ഒഴിവാക്കി. അങ്ങനെയാണ് അവർ മദീനയിലേക്ക് പോയത്. ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ വീടിന് വേണ്ടി അവര് വീട് ഒഴിവാക്കിക്കൊണ്ട് സംരക്ഷിച്ച ആദർശം, എൻ്റെ വീടിന് വേണ്ടി ഞാൻ ആ ആദർശം പണയം വെക്കുകയാണ്. പിന്നെ ബദർ അനുസ്മരിക്കാൻ എനിക്കെന്ത് അവകാശമാണുള്ളത്? ബദരീങ്ങളുടെ സന്ദേശം നമ്മുടെ മനസ്സിൽ വരണം, ജീവിതത്തിൽ വരണം. അവര് വീട് വിട്ടത്, നാട് വിട്ടത്, സമ്പത്ത് ഒഴിവാക്കിയത് അവരുടെ ദീനിന് വേണ്ടിയാണ്. എങ്കിൽ ആ ദീൻ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ആ വീടെടുക്കുന്നു. ഒരു ഉദാഹരണം, പലിശന്റെ ഭവിഷ്യത്തൊക്കെ പിന്നീട് വിശദീകരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം. അതുപോലെ എൻ്റെ മകള് അവര് പഠിക്കുകയാണ്. എവിടെ പഠിക്കുന്നത്? അത് സയൻസ് കോളേജിലാണ്. സയൻസ് കോളേജിന്റെ പ്രത്യേകത എന്താ? അവിടെ തട്ടടാൻ പാടില്ല, മുഖമക്കനെയും പർദ്ദയിട്ട് പോകാൻ പറ്റൂല. എന്നാലും പഠനല്ലേ, പോവട്ടെ. ഏതൊരു ആദർശം എന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ടോ, ആ മകള് തലമറക്കണം, അവരുടെ ശരീരം മറക്കണം. അങ്ങനെയുള്ള ആദർശത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സ്വഹാബികൾ അവരുടെ മക്കളെ വരെ മക്കയിൽ ഉപേക്ഷിച്ചിട്ടാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. പക്ഷേ ഞാൻ ആ മകളെ സംരക്ഷിക്കാൻ, ആ മകളുടെ സുഖത്തിന് വേണ്ടി എന്റെ ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. അങ്ങനെ ഓരോന്ന് എടുത്തു വെക്കുക. ഓരോരുത്തരും താരതമ്യം ചെയ്യണം. ബദരീങ്ങൾ അവരുടെ തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി പറയണോ? അതാണ് ഒക്കെ സ്വീകരിച്ചു. മഹത്തുക്കളായ സ്വഹാബികൾ സ്വീകരിക്കുകയാണ്. കൂട്ടത്തിൽ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, മദീനയിലുള്ള വലിയ ധനാഢ്യനാണ്, ഒരു ഗോത്രത്തിന്റെ പ്രമുഖനാണ്. ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ബദർ തുടങ്ങുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള ഓരോ ഗോത്ര പ്രമുഖരും എന്താണ് അഭിപ്രായം പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി റസൂലുള്ള പറയുന്നു, ഇതാ നമുക്കൊരു യുദ്ധം നടത്തേണ്ടതുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഓരോ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് പറയുന്നു പിന്തുണ. ഉമർ ഇബ്നുൽ ഖത്താബ് പിന്തുണ കൊടുക്കുന്നു. അപ്പോഴും നബി വീണ്ടും ചോദിക്കുകയാണ്. അപ്പോഴാണ് നബിയുടെ ഉദ്ദേശം, കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുതിയ പിന്തുണക്ക് ആവശ്യമില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് പുതിയ പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരവരുടെ നാടും വീടും മക്കളെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ ദീനിനു വേണ്ടി മദീനയിലേക്ക് വന്നിരിക്കുന്നത്. ഇനി നബി പ്രതീക്ഷിക്കുന്നത് അൻസാരികളെയാണ്. അപ്പോഴാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് കഅന്നക അറത്വനി, അങ്ങ് എന്റെ അഭിപ്രായമാണോ ഉദ്ദേശിക്കുന്നത്? ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. റസൂലുള്ളയോട് അദ്ദേഹം പറയുന്നു, മഹാനായ സഅദ് ഇബ്നു മുആദ് പറയുന്നു, ഫംലി യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് നടക്കൂ. ലിമാ അറത്ത, അങ്ങ് എന്താണോ ഉദ്ദേശം നടപ്പാക്കൂ നബിയെ. ഫനഹ്നു മഅക്, ഞങ്ങൾ അങ്ങയോട് കൂടെയുണ്ട്. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, അങ്ങേ അയച്ച റബ്ബിനെ തന്നെ സത്യം. ലവിസ്തഗ്റൽത ബിനൽ ബഹ്റ ഫഖുൽതഹു ലഖുൽനാഹു മഅക്. വല്ലാത്ത വാക്കാണ്. ഇതാണ് ബദരീങ്ങൾക്ക് സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത്. അവര് സ്നേഹിച്ച് എല്ലാറ്റിനേക്കാളും നബിയെ സ്നേഹിച്ചു, സർവത്തിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിച്ചു, എല്ലാറ്റിനേക്കാളും ദീന് പ്രാമുഖ്യം കൊടുത്തു. മഹാനായ സഅദ് ഇബ്നു മുആദ് പറയുകയാണ്, നബിയേ ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, അങ്ങേ അയച്ച റബ്ബിനെ തന്നെ സത്യം. ലവിസ്തഗ്റൽത ബിനൽ ബഹ്റ ഫഖുൽതഹ്, അങ്ങ് ഞങ്ങളെ കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൂലം കുത്തി ഒഴുകുന്ന ഒരു നദിയിലേക്ക് അങ്ങ് കടന്നാൽ ലഖുൽനാഹു മഅക്, ഞങ്ങൾ അവിടെ പിന്നെ ചിന്തിക്കില്ല, അങ്ങയോടൊപ്പം ഞങ്ങളും ആ നദിയിൽ പ്രവേശിക്കും നബിയേ. ഇത് പറയാൻ മനസ്സുള്ള ചെറുപ്പക്കാരുണ്ടോ? ഇത് പറയാൻ മനസ്സുള്ള ചെറുപ്പക്കാരുണ്ടോ? അവരെയാണ് സമുദായത്തിന് ആവശ്യം. അവരാണ് ബദരീങ്ങൾ അനുസ്മരിക്കേണ്ടവര്. നബി എന്ത് പറഞ്ഞാലും കത്തിയാളുന്ന തീക്കുണ്ടാരത്തിലേക്ക് എടുത്തു ചാടണമെന്ന്, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞാൽ ഈ ദീനിന് വേണ്ടി ഞങ്ങൾ അത് ചെയ്യും. അവിടെ ഞങ്ങളെ ശരീരം നോക്കില്ല. കൂലം കുത്തി ഒഴുകുന്ന സമുദ്രത്തിലേക്ക് ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി എടുത്തു ചാടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടും നബിയേ. ഞങ്ങൾക്ക് ദീനാണ് വലുത്, ശരീരമല്ല. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു തകരാറ് പറ്റുന്ന കണ്ടാൽ പിന്നെ ദീനൊക്കെ അവിടെ നിൽക്കും. നിങ്ങൾ ഇപ്പൊ ദീൻ പറയില്ല. എന്നാ ബദരീങ്ങൾ അങ്ങനെയല്ല. റസൂലുള്ളയോട് പറഞ്ഞു കഴിഞ്ഞില്ല, തൊട്ടടുത്ത് പറയുന്നു, ഏറ്റവും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതും സ്നേഹിക്കുന്നതും സ്വന്തം ശരീരത്തെയാണ്. അതാണ് ദീനിനു വേണ്ടി അർപ്പിക്കുന്നത്. തൊട്ടടുത്ത് സമ്പത്ത്,
സഅദ് ഇബ്നു മുആദ് പറയുന്നു ഖുദ് മിൻ അംവാലിനാ മാ ശിഅ്ത്. സംഗതിയൊക്കെ ശരിയാണ്, വേലൊക്കെ നടത്താം, ഞാൻ ഉണ്ടാവും. പിരിവിന്റെ കാര്യം ഇങ്ങോട്ട് പറയണ്ട. എന്തിന് ബദരീങ്ങളാണ്ട് അതൊക്കെ നടത്തുക, വലിയ മാറ്റം തന്നെയാണ്. പിരിവ് ഇങ്ങോട്ട് വരണ്ട. അവിടെ എത്തുമ്പോ സമ്പത്ത് തൊട്ടു വെക്കണം. ചില ആളുടെ ദീനറിയാന് സമ്പത്തുമ തൊട്ടു വെക്കണം. ബദർ അനുസ്മരണത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ അതാണ്. സഅദ് ഇബ്നു മുആദ് പറയുന്നു ഖുദ് മിൻ അംവാലിനാ മാ ശിഅ്ത്. നബിയേ, അങ്ങേക്കിന് സമ്പത്ത് വേണോ? എടുത്തോളൂ. മാ ശിഅ്ത്, കൂടുതലൊന്നും എടുക്കല്ലോ. അല്ല, മാ ശിഅ്ത്, അങ്ങ് എത്രയാണോ അങ്ങേക്ക് ആവശ്യം ഈ ദീനിന്റെ സംരക്ഷണത്തിന്, ഈ ദീനിന്റെ പ്രബോധനത്തിന്, അള്ളാഹു തന്നെ ഈ സത്യത്തിന്റെ വെളിപ്പെടുത്തലിന് അങ്ങേക്ക് എത്ര സമ്പത്ത് വേണോ? ഖുദ് മിൻ അംവാലിനാ മാ ശിഅ്ത്, ഞങ്ങളുടെ ഇഷ്ടം പോലെ സമ്പത്തെടുക്കാം. വമാ അഖത്ത മിന്നാ അഹബ്ബു ഇലൈനാ മിമ്മാ തറക്, അങ്ങ് എടുത്ത സ്വത്തുണ്ടല്ലോ, ആ സ്വത്താണ് അങ്ങ് എടുക്കാതെ ഞങ്ങൾക്ക് മാറ്റിവെച്ച സ്വത്തിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയം അങ്ങ് എടുത്ത സ്വത്തിനോടാണെന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. 1000 വട്ടം പറയണ്ടേ നമ്മൾ റളിയല്ലാഹു അൻഹു? ഇതാണ് ബദരീങ്ങൾ. ഈ ബദരീങ്ങളെ ചരിത്രം കേട്ടുപോയാ പോരാ, അത് ജീവിതത്തിൽ ദീനിനു വേണ്ടി അവര് സമ്പത്തും അവരുടെ ശരീരവും ഈ നിലക്ക് ദീനിന് വേണ്ടി കൊടുത്ത് ആദർശം സംരക്ഷിച്ചിട്ടുണ്ടോ? ആ ആദർശത്തിന്റെ പ്രചരണത്തിന് ഇന്ന് സമുദായത്തിൽ കാശ് വേണം. ആ ആദർശത്തിന്റെ പ്രചരണത്തിന് ഇന്ന് പ്രവർത്തകന്മാർ വേണം. ബദരീങ്ങളെ അനുസ്മരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ 24 മണിക്കൂർ തന്നിട്ട് 1 മണിക്കൂർ ദീനിന്റെ പ്രചരണത്തിന് ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെ മാറ്റിവെക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ബദരീങ്ങളെ അനുസ്മരിക്കാം. എന്റെ മുതലാളിമാരെ, എന്നെ കേൾക്കുന്ന സമ്പന്നരെ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദീനിന്റെ പ്രചരണത്തിന്, ദീനിന്റെ സംരംഭങ്ങൾക്ക്, ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് ഒരു വിഹിതം മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ബദരീങ്ങളെ അനുസ്മരിക്കാം. അതൊന്നും തൊടാൻ പറ്റൂല. പിന്നെന്ത് ബദരീങ്ങളെ അനുസ്മരിക്കല? ഇതാണ് ബദരീങ്ങൾ, ഇതാണ് ബദർ നൽകുന്ന പാഠം. എന്നിട്ടോ ഖുദ് മിൻ അംവാലിനാ മാ ശിഅ്ത വമാ ഖത്ത മിന്നാ അഹബ്ബു ഇലൈനാ മിമ്മാ തറക്. കഴിഞ്ഞില്ല, അത് രണ്ടും ഓക്കെ, ശരി, നല്ലോണം സംഭാവന തരും, നല്ലോണം സഹകരിക്കും, പക്ഷെ നിസ്കരിക്കാൻ മൂപ്പരെ നോക്കണ്ട, അല്ലെങ്കിൽ നോമ്പ് വെൽക്കാൻ അതെന്തോ അറിഞ്ഞില്ല, അല്ലെങ്കിൽ പലിശ ഇടപാട് അത് മൂപ്പര് മാറ്റൂല, അല്ലെങ്കിൽ ഒന്ന് അടിക്കണം, ഒരു കുപ്പി പൊട്ടിക്കണം, എല്ലാത്തിനും ഉണ്ട്. എന്താ ഉസ്താദെ? ഞാൻ 4-5 ദിവസം നമ്മളെ മസ്ജിദുൽ ഫത്തയിൽ ചില വാല്യൂ പറഞ്ഞു. അപ്പോൾ ഒരു മുതലാളി ദിവസം അതിൽ പങ്കെടുക്കാറ്. ഞാൻ അദ്ദേഹത്തെ അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. വേറെ ആളിനോട് ഈ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത്. മദ്യത്തിന് സമയത്ത് മറ്റൊക്കെ പറഞ്ഞു. കഴിഞ്ഞ് ഞാൻ പുറേ പോകാൻ നേരത്ത് വേറെ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സിന് നിത്യം ഞങ്ങളവിടുത്തെ ഒരു മുതലാളി വരലുണ്ട്, നല്ല സമ്പന്ന, നല്ലോണം സംഭാവനയൊക്കെ തരലുണ്ട്, പക്ഷെ മൂപ്പർക്ക് ചെറിയൊരു ഇതുണ്ട്, മൂപ്പര് വാല് കേട്ട് ഇങ്ങനെ കരയുന്നത് കണ്ടു എന്ന് പറഞ്ഞു. സദസ്സിലിരുന്ന് മൂപ്പര് ഇങ്ങനെ കരയുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല, അയാൾ പറഞ്ഞതാ. അത് മാറ്റണില്ല. എല്ലാത്തിനും ഉണ്ടാവും, വലുത് കേൾക്കാനും ഉണ്ട്, ഇത് മാറ്റണില്ല. ഇവിടെയാണ് ബദരീങ്ങൾ കടന്നു വരേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക്. സഅദ് ഇബ്നു മുആദ് പറയുന്നു, വമാ അമർത ബിഹി മിൻ അംരിൻ ഫഅംറുനാ തബഗുൽ ലിഅംരിക്. ബദരീങ്ങൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കൽ ഇതാണ്. വമാ അമർത ലനാ മിൻ അംരിൻ ഫഅംറുനാ തബഗുൽ ലിഅംരിക്. 1000 വട്ടം പറഞ്ഞോളൂ, മനസ്സിൽ ഇതങ്ങ് ഉറപ്പിച്ചോളൂ. ഇതാണ് ബദരീങ്ങളെ മുദ്രാവാക്യം. വമാ അമർത ലനാ മിൻ അംരിൻ ഫഅംറുനാ തബഗുൽ ലിഅംരിക്. നബിയേ, അങ്ങൊരു കൽപ്പന ഞങ്ങളോട് കൽപ്പിച്ചാൽ പിന്നെ ഞങ്ങളുടെ തീരുമാനം അതിന്റെ അപ്പുറത്തേക്കില്ല, ഞങ്ങളുടെ തീരുമാനമൊക്കെ അതിന്റെ പിന്നിലേ ഉള്ളൂ. അങ്ങൊരു കൽപ്പന കൽപ്പിച്ചാൽ ഫഅംറുനാ തബഗുൽ ലിഅംരിക്, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ തീരുമാനം. മോനെ, അൽ മുസ്ബിലു ഫിന്നാർ, നിര്യാണിന്റെ താഴെ ഫാൻ എടുക്കുന്നവൻ, നിര്യാണിയുടെ താഴെ വസ്ത്രമെടുക്കുന്നവൻ നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ള കൽപ്പിക്കുന്നു. വമാ അമർത ലനാ മിൻ അംരിൻ, റസൂലുള്ള കൽപ്പിച്ചാൽ ഫഅംറുനാ തബഉൽ ലിഅംരിക്. നബിയെ, അങ്ങയുടെ കൽപ്പനയുടെ അവിടെ ഞങ്ങൾ അടിവരയിടും, പിന്നെ ഒരു അടി അങ്ങോട്ട് വെക്കില്ല. ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഫാന്റെ താഴെയുണ്ടോ? നിര്യാണിന്റെ താഴെയുണ്ടോ? ബദറിനെ നിങ്ങൾ അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ, ബദരീങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാന്റെ ഓർഡർ, ഏറ്റവും വലിയ ബദരീങ്ങളുടെ ഒന്നാമനായ നേതാവ് മുഹമ്മദുർ റസൂലുള്ള, ആ നബി തങ്ങൾ പറയുന്നു, അതുപോലെ നേതൃത്വം കൊടുത്ത സഅദ് ഇബ്നു മുആദ് പറയുന്നു, അല്ലാഹുവിന്റെ ദീനിന്റെ കൽപ്പന വന്നാൽ അതിനപ്പുറം പിന്നെ ഞങ്ങൾക്ക് ഒന്നുമില്ല നബിയേ. ഫാന്റ് മുറിച്ചോ? നീ സ്നേഹിക്കുന്നുണ്ടോ? നിര്യാണിന്റെ താഴെയുള്ള ഫാന്റ് കട്ട് ചെയ്തോ?
അപ്പോഴാണ് നീ ബദരീങ്ങളെ സ്മരിച്ചവനാവുക. മടക്കി വെച്ചാ പോരാ. മടക്കി വെക്കുന്നത് കൊണ്ട് കാര്യമില്ല. പള്ളി കയറുമ്പോൾ മടക്കി വെക്കും, പുറത്തിറങ്ങുമ്പോഴോ താത്തിടും. എന്നിട്ട് ആ നജസൊക്കെ അടിച്ചിട്ട് അത് മടക്കി വെച്ചിട്ട് അവൻ നിസ്കരിക്കണം. നിസ്കാരം ശരിയാവുമോ? അവിടുന്ന് ശരിയാന വെട്ടണം. ഞാൻ നെര്യാണിന്റെ മീതെ ഫാൻ്റെ ഒക്കെ ഇട്ട് എടുക്കുമ്പോൾ ആളുകൾ എന്താ കരുതുക? ആളുകളെ നീ ശുദ്ധിക്കുന്നത് അള്ളാന്റെ ദീനെയാണോ മുൻതൂക്കം കൊടുക്കുന്നത്? വമാമർത്തലനാമിൻ അംരിൻ ഫാംബുറുനാത്തബ ഉല്ലംരിക്. ഒരു ഉദാഹരണമാണ്, ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണ. തലമറക്കണം, താടി വെക്കണം, താടി വെടിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, അഹ്ഫുൽ ഹ, നിങ്ങൾ താടി വെക്കണം, റസൂലുള്ളാഹിന്റെ കൽപ്പന. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് താടി വെക്കാൻ എന്ന് ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല? നിത്യം ക്ലീൻ ഷേവ്. ബദരീങ്ങളെ അനുസ്മരിക്കാണ്. വമാമർത്തലനാമിൻ അംരിൻ ഫാംബുറുനാത്തബ ഉല്ലംരിക്. ഇനി വല്ലാതെ നിങ്ങളെ അനുസ്മരിക്കാൻ വിളിക്കൂല. അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബദരീങ്ങൾ കടന്നു വരണം. ബദരീങ്ങൾ നൽകുന്ന പാഠതാണ്. ഇതാണ് ബദറിന്റെ സന്ദേശം. ജീവിതം എന്തിനു വേണ്ടിയാണോ അവര് നാടും വീടും മുതലും ജീവിതവും ബലിയർപ്പിച്ചത്, ആ സത്യം, ആ ആദർശ സംരക്ഷണം, ആദർശം സംരക്ഷിക്കുക ആയുധം കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് സംരക്ഷിക്കേണ്ടത്. അതാണ് ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ബദരീങ്ങൾ ജീവിതത്തിൽ പകർത്തിയപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം കിട്ടിയത്.